ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയായി പോകുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിലോട്ടാണ്. അവിടെ സർപ്പം തുള്ളൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസത്തെ ഉത്സവം പോലെയാണ്. അപ്പോൾ അതിനു വേണ്ടി പോയത്, ഫസ്റ്റ് ഡേ പോയതാണ്. അതുപോലെ തന്നെ 2 ദിവസത്തെ പ്രോഗ്രാമിനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ഭയങ്കര രസകരമായിട്ടുള്ള, എനിക്ക് എപ്പോഴെപ്പോഴും പോകാൻ ഇഷ്ടമുള്ള ഒരു പരിപാടിയാണിത്. നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് എത്ര പേർക്ക് റിലേറ്റബിൾ ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ, നാഗക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും വീട്ടുമുറ്റത്തുമൊക്കെ നമ്മൾ സർപ്പം തുള്ളൽ എന്ന അനുഷ്ഠാന നൃത്തം നടത്താറുണ്ട്. ഇപ്പോൾ കുരുത്തോലയൊക്കെ കൊണ്ട് അലങ്കരിച്ച പന്തലിനുള്ളിലാണ് നമ്മൾ ഈ സർപ്പത്തിൻ്റെ കളമൊക്കെ വരച്ച്, അതായത് സർപ്പത്തിൻ്റെ രൂപത്തിലുള്ള കളമൊക്കെ വരച്ചിട്ടാണ് ഇത് അരങ്ങേറുന്നത്. പുള്ളുവന്മാരുടെ പാട്ടിനും വാദ്യോപകരണ സംഗീതത്തിനും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നാഗങ്ങളെ ദൈവമായി കണക്കാക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന രീതിയാണ് സർപ്പം തുള്ളൽ എന്ന് പറയുന്നത്. പ്രാചീന കാലം മുതൽ പലയിടങ്ങളിൽ തന്നെ ഇത് നിലനിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം തൊട്ട് നമ്മളിവിടെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടാണിത്. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താനും ദോഷങ്ങൾ മാറ്റാനുമാണിത് ചെയ്തു വരുന്നത്. ഇതിലൂടെ നാഗദൈവങ്ങൾ നേരിട്ട് വന്ന് കുടുംബത്തെ അനുഗ്രഹിക്കുന്നു എന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. അതുപോലെ തന്നെ എനിക്ക് ദൈവങ്ങളിൽ ഏറ്റവും വിശ്വാസമുള്ളത് സർപ്പങ്ങളിലാണ്. കാരണം ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ എനിക്കൊരു ദൈവികത തോന്നിയിട്ടുള്ളത് അവരുടെ അടുത്തുനിന്ന് കൃഷ്ണനുണ്ട്, മുരുകനുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വിശ്വാസമാണ്. പക്ഷേ ഇത് ഞാൻ കുഞ്ഞിലേ തൊട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ടാണെന്ന് തോന്നും എനിക്കിതിൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റിലേറ്റബിൾ ആണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പക്ഷേ ഇത് ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ വെക്കുന്നില്ല, കാരണം കുറേ പേർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ്. ഇത് നമ്മുടെ വൈക്കം വരെ പോകേണ്ട, ഉല്ലലയ്ക്ക് അടുത്താണ്.